കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് സുറിയാനി സഭയിലെ വിശുദ്ധ കുർബാന ആരംഭിക്കും മുമ്പുള്ള വെളിവ് നിറഞ്ഞോരീശോ എന്ന പാട്ടെഴുതിയതെന്ന് എത്ര പേർക്കറിയാം. ഐതിഹ്യമാല എന്ന കൃതിയിലൂടെ ഏറെ സുപരിചിതനാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. എന്നാൽ അദ്ദേഹം നിരവധി ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന മധ്യേയുള്ള ഭൂവിലശേഷം പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടെ, അൻപുടയോനെ നിൻ വാതിൽ തുടങ്ങിയ ഗീതങ്ങളെല്ലാം അദ്ദേഹമാണ് രചിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം വരെ നമ്മുടെ ആരാധനാ ഗീതങ്ങളെല്ലാം സുറിയാനി ഭാഷയിലുള്ളവയായിരുന്നു. ഇത് കാവ്യഭംഗിയോടെ തർജ്ജമ ചെയ്യപ്പെട്ടത് CP ചാണ്ടിയുടെ നേതൃത്വത്തിൽ 1940 മുതലാണ്. എന്നാൽ അതിനു മുമ്പേ തന്നെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ ആഗ്രഹത്താൽ സുറിയാനി ഗീതങ്ങൾ മലയാളത്തിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയിരുന്നു. 1897 പരിശുദ്ധ പരിമല തിരുമേനിയാണ് ഈ ഉദ്യമത്തിന് മുൻകൈയെടുത്തത്. അന്ന് കൊച്ചി സന്ദർശിച്ച അന്ത്യോക്യ പാത്രിയാർക്കീസ് പരിശുദ്ധ ഇഗ്നാത്യോസ് അബ്ദുള്ള രണ്ടാമൻ ബാവയിൽ നിന്ന് ഇതിനുള്ള സമ്മതം അദ്ദേഹം വാങ്ങി. അതിപുരാതനമായ അന്ത്യോക്യൻ സുറിയാനി നമസ്കാരത്തിലെ ചില ഭാഗങ്ങൾ തർജ്ജമ ചെയ്ത് ചെറുതാക്കി ആരാധനയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. മാതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവ സുറിയാനി ഭാഷയിൽ എഴുതി അന്ത്യോക്യൻ ബാവയ്ക്ക് അദ്ദേഹം സമർപ്പിച്ചു. ചെറായി പള്ളിയിലെത്തിയ പാത്രിയാർക്കീസ് ബാവ അത് മുഴുവൻ വായിച്ച ശേഷം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ഇസഹാക്ക്, മാർ ബാലായി തുടങ്ങിയ പിതാക്കന്മാരാണ് അന്ത്യോക്യൻ പ്രാർത്ഥനാക്രമം തയ്യാറാക്കിയിട്ടുള്ളത്. 7 ദിവസത്തെ പ്രാർത്ഥനകൾ അന്ത്യോക്യൻ ക്രമത്തിലുണ്ടെങ്കിലും തിങ്കളാഴ്ചത്തെ പ്രാർത്ഥനാക്രമമാണ് തർജ്ജമയ്ക്ക് കൂടുതലായി ഉപയോഗിച്ചത്. ഗീതങ്ങളും പ്രാർത്ഥനാ ഭാഗങ്ങളും തയ്യാറാക്കാൻ പരിമല തിരുമേനി കണ്ടെത്തിയതാവട്ടെ ഭാഷാ നിപുണനായ വള്ളത്തോൾ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവരെ. അന്ത്യോക്യൻ ആരാധനാക്രമത്തിന്റെ പദാനുപത തർജ്ജമയാണ് നടന്നത്. പക്ഷേ അതിന്റെ ഈണത്തിനോ അർത്ഥത്തിനോ ഒരു കോട്ടവും തട്ടിയില്ല. മാത്രവുമല്ല, കാവ്യഭംഗി നിറഞ്ഞു തുളുമ്പുന്നതുമായി ഗീതങ്ങൾ. തർജ്ജമയ്ക്കായി സുറിയാനി ഗീതങ്ങളുടെ അർത്ഥം പറഞ്ഞുകൊടുത്ത് സഹായിച്ചത് മാർ ദിവന്യാസിയോസ് ആയിരുന്നു. എന്നാൽ പുസ്തകം പുറത്തു വരും മുമ്പേ പരിമല തിരുമേനി കാലം ചെയ്തു. ഓനാട്ട അബ്രഹാം മൽപ്പാനാണ് പാമ്പാക്കുട നമസ്കാരം എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യ ആരാധനാ ഗീതങ്ങൾ പുറത്തിറക്കിയത്. എത്രയോ നല്ല ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അക്രൈസ്തവർ രചിച്ചിട്ടുണ്ട്. വയലാർ രചിച്ച പല ഗാനങ്ങളും ഇന്നും നമ്മുടെ നാവിൻ തുമ്പിൽ തന്നെയുണ്ടല്ലോ. എന്നാൽ കാലം മാറുകയും വർഗീയത കണക്കില്ലാതെ പെരുകുകയും ചെയ്തതോടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇത്തരം നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഇനി അതൊക്കെ മടങ്ങി വരുമോ?